ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പപ്പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോയോളം കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് വേണം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അതിന് ശേഷം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്നുകൂടെ വെള്ളത്തിയിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. കഴുകി പിഴിഞ്ഞെടുത്തതിന് ശേഷം ആവശ്യം ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കപ്പ. അപ്പോൾ ഈ കപ്പയിലൊക്കെ ഒന്ന് ഉപ്പ് നല്ലോണം പിടിച്ച് കിട്ടുകയും ചെയ്യും. കുറച്ച് നേരം ഒന്ന് നമുക്കിതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല മീൻ കറിയോ ബീഫൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട, ബീഫ് കറിയാണ് എനിക്കിഷ്ടം കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ ബീഫല്ല, മീൻകറിയും കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊരു 10 മിനിറ്റ് ഒന്ന് നമുക്ക് അങ്ങനെ ഉപ്പിട്ട് മാറ്റി മിക്സാക്കി മാറ്റി വെച്ചതിന് ശേഷം കണ്ട ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ എനിക്ക് അത്രയും ബലം പിടിച്ച് പിഴിയാൻ എനിക്ക് കൈ കൊണ്ട് വയ്യ. അപ്പോൾ അച്ചായനത് പിഴിഞ്ഞായിരുന്നേ. നല്ലപോലെ നമുക്കൊന്നത് പിഴിഞ്ഞ് മാറ്റിയെടുക്കാം. കണ്ടോ ഇതുപോലെ. അപ്പോൾ ഈ കപ്പയ്ക്കൊക്കെ ചെറിയ കട്ടൊക്കെ ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് കഴുകണമെന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ചില കപ്പ നല്ല ഇങ്ങനെ വെന്ത് കുഴയുന്ന ഒരു തരം കപ്പയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പശ കണക്ക് കാണും. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ കഴുകിയിട്ടില്ലെങ്കിൽ ഈ പുട്ടിന് അത്ര ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതുപോലെ നല്ലപോലെ നമുക്കൊന്ന് ശരിക്കും ഒരു തുണിയിലൊക്കെ വെച്ച് പിഴിയുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. പിന്നെ ചായനാകുമ്പോൾ ഇതുപോലെ നല്ലപോലെ ബലപ്പിച്ച് പിഴിയും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി നമുക്ക് എടുത്തതിന് ശേഷം കണ്ടോ ഇപ്പോൾ ഇത് പോണക്ക് കണ്ടോ ഇത്ര ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ജലാംശം വലുതായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇതിൽ കുറച്ച് പുട്ടുപൊടി ഞാൻ എടുക്കുന്നുണ്ട്, ഒരുപാടൊന്നും ഇടുന്നില്ല. കുറച്ച് പുട്ടുപൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സാക്കണം. വെള്ളം ചേർക്കണ്ട, കപ്പയിലുള്ള നനവ് തന്നെ മതിയാവും. അതല്ലെന്ന് തോന്നുവാണെങ്കിൽ നമുക്കറിയാമല്ലോ, കുറച്ച് സമയം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ ആണെങ്കിൽ ഒരു ഇച്ചിരി കൂടെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കുക. അതിന് വേണ്ടി വരത്തില്ല, അങ്ങനെ വരുവാണെങ്കിൽ. അപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് ഇപ്പോൾ ഈ മാവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കതൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഞാൻ. അതിപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ. എന്തെന്നറിയാമോ, ഈ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി നല്ലോണം വെള്ളം ഒബ്സർവ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം ഇരിക്കുവാണെങ്കിൽ നല്ലതുപോലെ ഒന്നുകൂടെ ഇതായി കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് കപ്പയും പുട്ടുപൊടിയും ചേർന്ന് മിക്സ് ഇട്ട് കൊടുക്കാം. വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക, വീണ്ടും കപ്പ മിക്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫുള്ള് ആ കുറ്റി നിറഞ്ഞതിന് ശേഷം മണ്ടയ്ക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടെ വെച്ച് കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അറിയാത്ത മക്കൾ ആരെങ്കിലും കാണുവാണെങ്കിൽ അവർക്ക് മനസ്സിലാകട്ടെ എന്നുള്ള രീതിയിൽ എങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നേരെ പുട്ടുകുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കണ്ടോ ഇപ്പോൾ ഇങ്ങനെ നല്ലപോലെ ആവി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വേവ് അനുസരിച്ച് സമയം കൊടുക്കുക, അറിയാമല്ലോ. അത് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനൊരു ഹാർഡ് ബോക്സിലേക്ക് പുട്ട് മാറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുള്ള പുട്ടാണ്, നല്ല രുചിയാണ്. ചിക്കനായാലും ബീഫായാലും, ബീഫാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ്. എനിക്കങ്ങനെ കഴിക്കുന്നതാണ് ഈ കപ്പയുടെ കൂടെയൊക്കെ വലിയ ഇഷ്ടം കേട്ടോ. പിന്നെ മീൻകറി അടിപൊളിയല്ലേ മീൻകറി ആണെങ്കിലും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ചൂരമീൻ കറി വെച്ചതുണ്ട്, അതും കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല മുരിങ്ങയ്ക്കയും പച്ചമുളകും ഒക്കെ ഇട്ട് വെച്ച് നല്ല ചൂരക്കറി, അതും കൂട്ടി നമുക്കിന്ന് രാവിലെ എന്താ പറയുക അപ്പോൾ പുട്ട് കഴിക്കാൻ ഞങ്ങളെടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, അടിപൊളി രുചിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം. ബായ്.